2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിലെത്താതെ പുറത്തായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 3 സീസണുകൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ISL പ്ലേ ഓഫ് നടക്കാൻ പോകുന്നത്. സമീപ സീസണുകളിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം പ്രകടനം കണ്ട സീസണാണ് കടന്നുപോകുന്നത്. നിരാശാജനകമായ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സീസണിന്റെ പാതി വഴിക്ക് വെച്ച് പരിശീലകൻ മിക്കായേൽ സ്റ്റാറയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുന്നതും ആരാധകർ കണ്ടു. മുഖ്യ പരിശീലകനെ പുറത്താക്കിയിട്ടും പുതിയ വിദേശ പരിശീലകനെ കൊണ്ടുവരാൻ തയ്യാറാകാതിരുന്ന മഞ്ഞപ്പട താൽക്കാലിക പരിശീലകരായ TG പുരുഷോത്തമനും തോമസ് ഷോസ്റ്റിനും കീഴിൽ സീസൺ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. ഈ മാസം 12-ന് നടക്കാനിരിക്കുന്ന എവേ മത്സരത്തിൽ ഹൈദരാബാദാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ജയത്തോടെ ISL അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി മഞ്ഞപ്പടയ്ക്കുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും I ലീഗിലെയും ടീമുകൾ പങ്കെടുക്കുന്ന സൂപ്പർ കപ്പിന് ഈ മാസം 21-ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമാകും. 13 ISL ക്ലബ്ബുകളും 3 I ലീഗ് ക്ലബ്ബുകളുമാണ് ഈ നോക്കൌട്ട് ടൂർണമെന്റിൽ പങ്കെടുക്കുക. കിരീടം നേടുന്ന ടീമിന് 2025-26 AFC ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന് യോഗ്യത നേടാം. ISLൽ ഇത്തവണ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ വലിയ ഗൗരവത്തോടെ കാണുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും മികച്ച ടീമിനെ തന്നെ ഈ ടൂർണമെന്റിന് മഞ്ഞപ്പട അണിനിരത്തിയേക്കും. നേരത്തെ കൊച്ചിയിൽ നടന്ന അവസാന ISL മത്സരത്തിന് ശേഷം സൂപ്പർ കപ്പിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് താരം ക്വാമെ പെപ്ര മനസ്സ് തുറന്നിരുന്നു. അവസാന ഹോം മത്സരത്തിൽ നേടിയ വിജയം സൂപ്പർ കപ്പിന് തയ്യാറെടുക്കാനുള്ള പ്രോത്സാഹനം നൽകുമെന്നും സൂപ്പർ കപ്പിന്റെ അവസാന ഘട്ടത്തിലെത്താനും കപ്പ് നേടാനുമാണ് തങ്ങൾ കാത്തിരിക്കുന്നത് എന്നുമായിരുന്നു പെപ്ര പറഞ്ഞത്. സൂപ്പർ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഈസ്റ്റ് ബംഗാളോ പഞ്ചാബ് FCയോ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളാവുക എന്നാണ് സൂചനകൾ. ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയാൽ അവിടെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ എതിരാളികളായി കിട്ടാനാണ് സാധ്യതകൾ. എന്നാൽ ഫിക്സ്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു മത്സരം മാത്രം ബാക്കി നിൽക്കെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 23 കളികളിൽ 28 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ ടീമിന്റെ അക്കൗണ്ടിലുള്ളത്. 8 കളികളിൽ ജയവും 4 കളികളിൽ സമനിലയും നേടിയ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ 11 കളികളിൽ തോറ്റു. 24 കളികളിൽ 56 പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് ഇത്തവണ ഷീൽഡ് നേടിയത്. 24 കളികളിൽ 48 പോയിന്റുള്ള FC ഗോവ പോയിന്റ് പട്ടികയിൽ 2ാമതും 24 കളികളിൽ 38 പോയിന്റുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 3ാമതുമുണ്ട്. അവസാന ഹോം മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയെപ്പറ്റി അഡ്രിയാൻ ലൂണ പ്രതികരിച്ചതും ഇവിടെ ചർച്ചയായിരുന്നു. അടുത്ത സീസണിൽ ക്ലബിൽ തുടരുമെന്ന് ലൂണ ഉറപ്പ് പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായത്. ബ്ലാസ്റ്റേഴ്സിൽ താൻ സന്തുഷ്ടനാണെന്നും ഇവിടെ തനിക്ക് കരാർ ബാക്കിയുണ്ടെന്നും വ്യക്തമാക്കിയ ലൂണ, പക്ഷേ ഇതുപോലൊരു സീസണിന് ശേഷം വീണ്ടും ചിന്തിക്കേണ്ടതും ക്ലബിന്റെ സീസണിലെ പ്രകടനം വിലയിരുത്തേണ്ടതുമുണ്ടെന്നാണ് പറഞ്ഞത്.